ആരാണോ നിന്നോട് പിണങ്ങിയത് അവൻ നിന്റെ പിറകെ വരും. നീ അവന്റെ പിറകെ പോണ്ട. ഏതു പിണക്കവും മാറാൻ ഈ 2 മന്ത്രങ്ങൾ മതി. ഇങ്ങനെ നിങ്ങൾ അമല് ചെയ്യും. ഏതു പിണക്കവും മാറി പിന്നെ അവൻ ഇണങ്ങിച്ചേരും. അതേതുവരെ? മരണം വരെ അവൻ ഇണങ്ങിച്ചേരും. ഒരിക്കലും നിന്നോട് പിരിയില്ല. ഈ പരിപാവനമായ പരിശുദ്ധമാക്കുന്ന റമദാനിൽ ഈ ഒരു അമലിനെ ചെയ്ത് നോക്ക്. നിനക്ക് റിസൾട്ട് ഉറപ്പാണ്. കാലങ്ങളായി പിണങ്ങിയവരും നിന്നോട് ഇണങ്ങിച്ചേരാൻ ഈ അമൽ മതി. ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞൊരു വിഷയമാണ്. തങ്ങളെ ഞങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു, നല്ല ഐക്യത്തിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്നോട് മിണ്ടുന്നില്ല. അദ്ദേഹത്തിന് എന്നോട് പിണക്കാണ്, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് പിണക്കാണ്. അവൾ എന്നോട് മിണ്ടുന്നില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പിണക്കം, സ്നേഹക്കുറവുകള്, അല്ലെങ്കിൽ മകൻക്ക് എന്നോട് നല്ല സ്നേഹമായിരുന്നു തങ്ങളെ, ഇപ്പോൾ അവനക്ക് എന്നെ കണ്ടുകൂടാ. എനിക്കൊന്ന് വിളിക്കുന്നത് പോലും ഇല്ല, എൻ്റെ മെസ്സേജ് ഒന്ന് എടുത്തു നോക്കുന്നത് പോലും ഇല്ല. വർഷങ്ങളായി ഉമ്മ എന്ന് അവൻ വിളിച്ചിട്ട് ഞങ്ങളെ വീട്ടിൽ പോലും ഇല്ല. അവനും അവന്റെ ഭാര്യയും അവന്റെ മക്കളും കോട്ടേഴ്സിലാണ്, വാടക വീട്ടിലാണ്, അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം രക്ഷിതാക്കളുണ്ട്. നമ്മൾ സമീപിക്കുന്നവർ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു. റാഹത്തായ ധാരാളം ആളുകൾ സങ്കടം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പിന്നീട് പുഞ്ചിരിച്ചു പോയവരുണ്ട്. അവരൊക്കെ എന്താണ് പുഞ്ചിരിച്ചു പോകാനുള്ള കാരണം? എന്താണ്? ഇങ്ങനെയുള്ള അമലുകളാണ്. ഇങ്ങനെയുള്ള അമലുകളാണ് അവർക്ക് രക്ഷയായത്, അവർക്ക് അതിൽ നിന്നൊക്കെ വലിയ മോചനം ലഭിച്ചത്. ഏത് പിണക്കം ചെന്ന വിഷയങ്ങളും അതൊക്കെ ഇണങ്ങിച്ചേരും. കാലങ്ങളായി തർക്കത്തിലാണ്, മിണ്ടാറില്ല. ആങ്ങളെയും പെങ്ങളും മിണ്ടാറില്ല. എന്താ വിഷയം? ഒരു അതിര് വിഷയമാണ്, അല്ലെങ്കിൽ ഭൂമി വിഷയമാണ്. മിണ്ടാറില്ല. കാണുമ്പോൾ കീരിയും പാമ്പുമാണ്. വീട്ടിലുള്ളവർ തന്നെ മിണ്ടാറില്ല. എത്ര കേസുകളാണ്, എത്ര കേസുകളുണ്ട്. ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ സങ്കടം പറഞ്ഞതും ഞങ്ങൾ ഇതിനൊറ്റൊരു അമല് പറയോ? കുറേ അമല് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു സെപ്പറേറ്റ് ഒരു അമല് പറയോ എന്ന് ചോദിച്ചവരുണ്ട്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു അമല് ഞാൻ പറയട്ടെ. ഒരമല് പറഞ്ഞാലോ, ഇന്നൊരമല് പറഞ്ഞാലോ, പിണങ്ങിയവർ ഇണങ്ങിച്ചേരാൻ പറയട്ടെ. എല്ലാവരും കാതോർത്ത് കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ, ചെയ്തു നോക്കൂ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോ ഈ മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പൈശാചികമായിട്ടുള്ള സിഹർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ കാലങ്ങളായി തങ്ങളെ പല ഭാഗങ്ങൾ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ നിന്നും വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ല. കാണാത്ത ഉസ്താദുമാരോ തങ്ങന്മാരോ ഇല്ല, ചെയ്യാത്ത മാർഗങ്ങളില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വിശദമാക്കപ്പെട്ട റമദാനിൽ നോട്ടമുള്ളത്, വീട്ടിൽ നോട്ടമുള്ളത് ശനിയും തിങ്കളും തന്നെയാണ്. ഈ 2 ദിവസം തന്നെയാണ്. റമദാനിൽ ഫുൾ ടൈം തങ്ങളെ വീട്ടിലുണ്ടാവുമോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല, ശനിയും തിങ്കളും മാത്രമാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വീട്ടിൽ നോട്ടമുള്ളത്. വരാൻ ആഗ്രഹിക്കുന്നവര്, ബുദ്ധിമുട്ടില്ലാത്തവര് ഇൻഷാ അല്ലാഹ് ഈ സമയത്തിനുള്ളിൽ വീട്ടിലെത്തിച്ചേരാൻ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ ഓരോരോ സൽക്രമങ്ങളും അമലുകളും അള്ളാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ, ഏതാണ് പിണങ്ങിയവർ ഇണങ്ങിച്ചേരാൻ, സ്നേഹമില്ലാത്തവരുടെ സ്നേഹം വാരിയെടുക്കാൻ. ഏത് പിണങ്ങിയവനും നിന്റെ പിറകിലേക്ക് വരും. നീ അവന്റെ പിറകിൽ പോയി കെഞ്ചണ്ട, അവൻ നിന്റെ കൂടെ വരും. അത് ഭർത്താവാണെങ്കിലും, അത് ഭാര്യയാണെങ്കിലും, മക്കളാണെങ്കിലും, സഹോദരങ്ങളാണെങ്കിലും, അയൽവാസിയാണെങ്കിലും, എല്ലാ സ്റ്റാഫുകൾ തമ്മിലാണെങ്കിലും, ആരാണെങ്കിലും അവൻ നിന്റെ പിറകിൽ വരും. ഇതൊന്ന് ചെയ്തു.
ഇത് ചെയ്യാൻ 3 മാർഗമാണ്. 3 മാർഗം. ഒന്ന്, അവന്റെ വസ്ത്രത്തിൽ ചെയ്യാം. രണ്ടാമത്തത്, അവനക്ക് കൊടുക്കുന്ന പാനീയത്തിലോ ഭക്ഷണത്തിലോ ഇത് ചെയ്യാം. മൂന്നാമത്തെ മാർഗം, ഇതൊന്നുമല്ല, ഇതൊന്നും എനിക്ക് കിട്ടൂല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയൂല, എല്ലാവരുടെ വസ്ത്രം എനിക്ക് കിട്ടൂല, അവരുടെ വസ്ത്രം എനിക്ക് കിട്ടൂല, പിരിഞ്ഞിട്ട് കാലങ്ങളായി, എങ്ങനെ വസ്ത്രം കിട്ടും? ഞങ്ങൾ തമ്മിൽ എടുത്തില്ലല്ലോ, എങ്ങനെയാണ് ഭക്ഷണത്തിലും പാനീയത്തിലും നമുക്ക് മന്ത്രിക്കാൻ കഴിയും? അങ്ങനെ പറയുന്നവരുണ്ട്. അവനെ മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യാം. അവനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്യാം. അവനാണെങ്കിലും അവളാണെങ്കിലും ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതാണ് അമൽ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വെറും 7 ദിവസം, വെറും ഒരാഴ്ച ചെയ്താൽ മതി. ഒരാഴ്ച തുടർച്ചയായിട്ട് പാനീയാണ് അല്ലെങ്കിൽ ഭക്ഷണമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ ഭക്ഷണത്തിലേക്ക്, വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ പഞ്ചസാരയിലേക്ക്, കൊടുക്കുന്ന വസ്തു എന്തുമാവട്ടെ അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ 8-9 ആയത്ത് സുപരിചിതമായിട്ടുള്ള ആയത്താണ്. യാസീൻ ഓതുന്നവർക്ക് ഈ ആയത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരുടെ സ്നേഹവും നിനക്ക് ഈ ആയത്ത് കൊണ്ട് ലഭ്യമാകും. ഈ പാനീയത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ പഞ്ചസാരയിലേക്ക് അല്ലെങ്കിൽ തേനിലേക്ക് നമ്മൾ മന്ത്രിക്കേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്കാനി ഫഹും മുക്മഹൂൻ وجعلنا من بين أيديهم سدا ومن خلفهم سدا فغشيناهم فهم لا يبصرون. ഈ രണ്ടായത്ത് ഓരോ ആയത്ത് 7 പ്രാവശ്യം കേട്ടോ, 7 പ്രാവശ്യം ഈ ആയത്തിനെ ഓതിയതിന് ശേഷം ഈ പാനീയത്തിൽ മന്ത്രിക്കും. കൊടുക്കുന്ന പാനീയത്തിൽ മന്ത്രിച്ച് അവൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരാണോ ഇത് ഓതി മന്ത്രിക്കുന്നത് അവനിലേക്ക് ഇവൾ അല്ലെങ്കിൽ അവൻ അടുക്കും. വസ്ത്രത്തിലാണെങ്കിൽ അവന്റെ വസ്ത്രത്തിലേക്ക് ഇത് മന്ത്രിക്കുക, അല്ലെങ്കിൽ അവളുടെ വസ്ത്രത്തിലേക്ക് ഇത് മന്ത്രിക്കുക. എല്ലാം രണ്ടും കിട്ടൂല. മനസ്സിൽ കരുതി 7 ദിവസം, ഓരോ ദിവസം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ആയത്ത് 7 പ്രാവശ്യം അപ്പൊ പിന്നെ മന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ നീ ആഗ്രഹിക്കുന്നവരുടെ സ്നേഹം, നീ ആരാണോ മനസ്സിൽ കരുതി ഈ ആയത്തിനെ പതിവാക്കിയത് 7 പ്രാവശ്യം 7 ദിവസം ഓതിയത്, അവൻ നിന്നിലേക്ക് അടുക്കുന്നതായിട്ട് കാണാം. പിന്നീട് അവന്റെ കോള് അത്ഭുതം, പിന്നീട് അവന്റെ മെസ്സേജ് അത്ഭുതം നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത്ഭുതം നടക്കുന്നത് തങ്ങളെ 5-6 വർഷമായി. നടക്കും. അവൻ പോയിട്ട് 5-6 വർഷമായി. ഒന്നുമില്ല, ഞങ്ങളെ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ അതും നടക്കും ഇൻഷാ അല്ലാഹ്. ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ പോരിശം, പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിന്റെ പോരിശമുണ്ട്, നടന്നിരിക്കും. ഒരു യഖീൻ ഉറപ്പ്. ഞാൻ കുറേ ചെയ്തിട്ടുണ്ടല്ലോ, ഒന്നും റെഡി ആയിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് റെഡിയാവും? നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് റെഡിയാവും. ഒരു വിശ്വാസമാണ്. നമ്മൾ ഏത് അമൽ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടതൊരു വിശ്വാസമാണ്, ഒരു ഉറപ്പാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉറപ്പോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനേ. എല്ലാവരും ഈ അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം, ചെയ്യാനും ഈ അമല് കൊണ്ട് കാര്യങ്ങൾ റെഡിയാവാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം. അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. لما ظهر تاج الكبرى كنز الفقراء غوث البشر زين الملل عين العدل جمل الليل عم البشرى الله الله